ഹേ ഗൈസ്, ഇന്ന് നമുക്ക് കിട്ടിയിരുന്നത് റിക്കവറി മോഡിൽ സ്റ്റേക്കായ iPhone 12 Pro ആണ്. ഇത് ഫ്ലാഷ് ചെയ്തപ്പോൾ 4013 എറർ ആണ്. 4013 എറർ അധികവും I2C കണക്ഷൻ റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ലെയറിന് സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. ശേഷം നമ്മൾ ഐസോക്കിലോട്ട് ചെക്ക് ചെയ്തപ്പം പ്രോബ്ലം സെയിം ആണ്. ഇനി നമുക്ക് പ്രൊസസ്സർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കണം. പ്രൊസസ്സർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിത്തൗട്ട് നോസിലിൽ 30 ഹീറ്റ് പ്ലസ് 30 ഡിഗ്രി എയർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിമൂവ് ആക്കിയതിനു ശേഷം നമുക്കതിലെ ലെഡും ഗമ്മൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട്. അതിന് നമുക്ക് ലോ മെൽറ്റ് വെച്ചിട്ട് അധികം ടൈമൊന്നും എടുക്കേണ്ട, പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം. പ്രൊസസ്സറൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതിലെ ലൈൻ ചെക്ക് ചെയ്തപ്പോഴാണ് നമുക്ക് ഇതിലെ ഫാൾട്ട് മനസ്സിലായത്. ഇതിലെ I2C കണക്ഷനായ STA 1.8 വോൾട്ടേജ് ഇതിൽ മിസ്സിംഗ് ആണ്. പ്രൊസസ്സറൊന്നും ഈ ഒരു പോയിന്റൊക്കെ വരുന്ന ഈ ഒരു ലൈന് നമ്മൾ ചെക്കാക്കിയപ്പം മിസ്സിംഗ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണക്ഷൻ ജമ്പർ ഇട്ട് കൊടുക്കാം. ഡയറക്റ്റ് പ്രൊസസ്സർ പോയിന്റ് ജമ്പർ ഇടുന്നതിന് പകരം നമ്മൾ ബോർഡിൽ ലെയർ ഡിഗ് ചെയ്തിട്ട് ആ സെയിം പോയിന്റ് നോക്കി ജമ്പർ ഇടുകയാണ് ചെയ്യുന്നത്. ലെയർ 2ലാണ് ഈ ഒരു പോയിന്റിൻ്റെ ബാക്കി വരുന്നത്. അപ്പോൾ ലെയർ 2ൽ ഡിഗ് ആക്കിയിട്ട് നമ്മൾ ആ പോയിന്റ് അതിലേക്ക് കണക്ഷൻ കൊടുത്തു. ഈ ഒരു വർക്ക് നമുക്ക് വേറെ ഷോപ്പിൽ നിന്ന് വന്ന വർക്കാണ്. ഈ ഒരു പ്രോബ്ലം മിക്കവാറും ഡിസ്പ്ലേ ജമ്പർ മെത്തേഡ് ട്രൈ ആക്കിയപ്പം പറ്റിയതാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല അവർ ഇതിലെ നാൻഡ് നല്ല ഹീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ IC-യൊക്കെ റീബോൾ ചെയ്ത് തിരിച്ചിട്ടതിന് ശേഷം ചെക്കാക്കി നോക്കി. അപ്പോൾ ഫ്ലാഷിംഗ് ഒക്കെ നമ്മളിപ്പം നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫോണിൻ്റെ 4013 എററൊക്കെ സോൾവ് ആയിട്ടുണ്ട്. കസ്റ്റമറിന് ഡാറ്റ നിർബന്ധമായതുകൊണ്ട് തന്നെ നമ്മൾ യൂസർ റീറ്റെയിൻ ഫ്ലാഷ് ആണ് ചെയ്തത്. ഫ്ലാഷിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഫോൺ ഓൺ ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ബേസ് ബാൻഡും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു, IM ഒക്കെ ചെക്ക് ചെയ്തു, കസ്റ്റമറിൻ്റെ ഡാറ്റയും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ ഇതുപോലത്തെ കണ്ടന്റിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക.